CMC കോൺവെന്റ് നമ്മുടെ ഇടുക്കി പ്രൊവിൻസിൻ്റെ ഒരു പ്രൊജക്റ്റായിട്ടാണിത് നമ്മുടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. പക്ഷെ നമ്മൾ ലീഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കർഷകരാണ് ഇതിൻ്റെ അത് മെമ്പേഴ്സായിട്ടുള്ളത്. അപ്പം 750ഓളം പേര് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഒരു ഷെയർ 2000 രൂപ. 2000 അഡീഷണൽ നബാർഡല്ല, SFAC കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ കേരള ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൂടെ ഒരു ടൈപ്പാണ്. തുടങ്ങിയിട്ട് എത്ര വർഷമായി? 2 വർഷം കഴിഞ്ഞു. എന്തൊക്കെ പ്രൊഡക്റ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ചക്കയുടെ ഐറ്റംസ് ഉണ്ട്. ചക്ക ഉണങ്ങിയിട്ട് ചക്ക പുട്ടുപൊടി, അപ്പംപൊടി, ദോശപ്പൊടി. ഇപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ അത് നന്നായിട്ട് പോകുന്നുണ്ട്. കാരണം ഷുഗർ ഇല്ലല്ലോ, ശുദ്ധമായൊരു സാധനമാണ്, വിഷമില്ലാത്തൊരു സാധനം കഴിക്കാൻ പറ്റും. അതൊത്തിരി ആ രീതിയിൽ പോകുന്നുണ്ട്. പിന്നെയുള്ളത് നട്ട്മഗിരി, ജാതിക്ക തൊണ്ടുകൊണ്ടുള്ള സ്ക്വാഷ്, ക്യാൻഡി, സ്വീറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള 3-4 ഐറ്റംസ് ഉണ്ട്. ജാമ്, അതുപോലെ തന്നെ അച്ചാർ, അതങ്ങനെയുണ്ട്. പിന്നെ സ്പൈസിൻ്റെ എല്ലാം പൗഡേഴ്സ് ഉണ്ട്. മഞ്ഞൾ, ടർമറിക്ക് നമ്മുടെ കർഷകരിൽ നിന്ന് എടുത്തിട്ട് അത് പൊടിച്ച് അതുകൊണ്ട്. ഓർഗാനിക്കാണോ? അത് ഓർഗാനിക്കാണ്, പക്ഷെ നമ്മൾ സർട്ടിഫിക്കേഷൻ ഇല്ല. കാരണം നമ്മളിപ്പോൾ അതിനു വേണ്ടി ഇവിടെ കർഷകർ വിഷം ഇടുന്ന കാടകത്തിന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിനും വിഷം അടിച്ചാലും പിന്നെ കുറച്ച് പച്ചക്കറി എന്തെങ്കിലുമൊക്കെ നട്ടിട്ട് അത് ചീത്തയപ്പം വെച്ചിട്ട് എന്തെങ്കിലും പെസ്റ്റിസൈഡ് അടിക്കും. ബാക്കിയുള്ള ഒന്നിനും അങ്ങനെ അടിക്കുന്നില്ല. പക്ഷെ നമ്മൾ ആ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ടില്ല. വനിതാ കർഷകരുടെ ഒരു കൂട്ടായ്മ. വനിതാ കർഷകരാണ് ഇതിനകത്ത്. ഞങ്ങളിപ്പം 750 ഉണ്ടെങ്കിൽ അതിലൊരു 680ഓളം പേരും വനിതകൾ തന്നെയാണ്. പിന്നെ വനിതകളുടെ ഒരു എംപവർമെൻറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു മസാല പൗഡേഴ്സ് സാധാരണ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാ പൗഡേഴ്സും കഴുകി ഉണങ്ങി പൊടിച്ച് പാക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇതൊരു, അതായത് ആളുകളുടെ ശരീരത്തിന് കേടുവരാതെ ഭക്ഷണം എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഞങ്ങളുടെ ഒരു കമ്പനിക്കുള്ളൊരു ലക്ഷ്യമാണ്. ശുദ്ധമായ ഭക്ഷണം. പിന്നെ കപ്പ, ഏത്തക്ക കൊണ്ടുള്ള നമ്മൾ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്ന കുറുക്ക്, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഏത്തക്ക ഉണങ്ങി പൊടിച്ച് അത് ഉണങ്ങിയത് കൊടുക്കും, പൊടിയായിട്ട് കൊടുക്കും. പിന്നെ അത് ചേർത്ത് ഈ ചക്കയുടെയും പിന്നെ എല്ലാ നട്ട്സ്, സീഡ്സുകളെല്ലാം കൂടെ പൊടിച്ചൊരു ഹെൽത്ത് മിക്സ് ഉണ്ട്. അത് ഒത്തിരി പേര് അത് കൊണ്ടുപോകുന്നവർ നമുക്കൊരു ഇതായിട്ട് തരുന്ന ഒരു സാധനമാണ്, ഐറ്റമാണ്. മൊത്തം എത്ര പ്രൊഡക്റ്റ് ഉണ്ട്? മൊത്തം ഒരു 65ഓളം പ്രോഡക്റ്റ് ഞങ്ങളുടെ തന്നെ. പിന്നെ കുറേ അച്ചാറുകൾ ഉണ്ട്. സ്പെഷ്യലായിട്ട് ചിക്കൻ അച്ചാർ, മീൻ അച്ചാറുകൾ, കേര അച്ചാർ. നിങ്ങൾക്ക് വന്നിട്ട് ഉദ്ദേശിച്ചേ ഇതിനകത്ത് ഞങ്ങൾക്കൊരു ഔഷധി കേരള ഒരു മാർക്കറ്റിംഗ് അഫോർഡബിലിറ്റി ഉണ്ട്. വിദേശത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതേപറ്റി ഒന്ന് സംസാരിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്കും അങ്ങനെ ഒരു ബൾക്ക് പോകുന്നതാണ്. ഞങ്ങൾക്കും സ്ഥിരം വരുമാനവും സ്ഥിരം പണിയും ഒക്കെ ആളുകൾക്ക് ആകുമല്ലോ. ഇത് പിന്നെ ഒരാളുടെ ഒരു ഉയർച്ചയല്ലല്ലോ. നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. നമുക്കൊരു ലാഭം കിട്ടുക എന്നതിലുപരി കുറേയേറെ പേർക്ക്, കർഷകർക്കൊരു നല്ല ഫണ്ട് കിട്ടണം. അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റിനുള്ള എപ്പോഴും അത് ഈൽഡ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേന് വില കുറയും. ഇപ്പോൾ ഏത്തക്കായ ആണെങ്കിലും ഞങ്ങളുണ്ടാക്കുന്ന ഏത്തക്ക പറിക്കുന്ന സമയം കിലോയ്ക്ക് 10 രൂപയാകും. 10 രൂപയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഒരാൾ അവിടെ കൊണ്ടുപോയി അത് അരിഞ്ഞ് എണ്ണയ്ക്കകത്തിട്ട് വറുത്തിട്ട് ഞങ്ങളുടെ ബേക്കറിയിൽ നിന്ന് തന്നെ നമ്മളത് 110 രൂപയ്ക്ക് മേടിക്കും. അതാണ് കർഷകരുടെ ഒരു വലിയൊരു പ്രശ്നം. നമ്മളതിനെ വാല്യൂ ആഡഡ് ആക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ സാധനം നമ്മൾ തന്നെ എടുത്ത് നമ്മൾ തന്നെ വാല്യൂ ആഡ് ആക്കുമ്പോൾ നമുക്കൊരു പണി കിട്ടും.
അവരുടെ സാധനം നമ്മൾ എടുക്കും. രണ്ടാമത് അത് വിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ലാഭവിഹിതവും ഓരോ കർഷകനും കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മളിത് തുടങ്ങി വെച്ചിരിക്കുന്നത്. ബൾക്കായിട്ടങ്ങ് കിട്ടുന്നില്ല. ഇച്ചിരിയോട് ഞങ്ങൾക്കൊന്ന് ആളുകളുടെ പണി സ്ഥിരമായിട്ട് വരണമെങ്കിൽ നമുക്ക് ബൾക്കായിട്ടുള്ള ഓർഡർ കിട്ടും. റെഗുലർ ഓർഡർ ഉണ്ടെങ്കിലാണ് നമുക്ക് റെഗുലറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് നമ്മുടെ തന്നെ റോ മെറ്റീരിയൽസ് ആവശ്യത്തിന് കിട്ടും അല്ലേ? ഇഷ്ടം പോലെ സ്പൈസസിൻ്റെ ഒരു നാടാണല്ലോ. എവിടെ ഇറങ്ങിയാലും എപ്പോൾ വേണേലും കിട്ടുന്ന ഒരു സാധനമാണ്. സ്പൈസസിൽ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഇപ്പോൾ എല്ലാം കുരുമുളകാണെങ്കിൽ കുരുമുളക് പൊടി എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ. അത് പലരും കുരുമുളകിൻ്റെ ചണ്ട ഉണങ്ങിയിട്ട് ചണ്ടൊക്കെ പൊടിച്ചിട്ട് അതിൻ്റെ ഒരു ഇതിലാണ് കുരുമുളക് പൊടി വരുന്നത്. നമ്മൾ ശരിക്കും കുരുമുളക് തന്നെ നന്നായിട്ട് പൊടിച്ചെടുത്ത് നന്നായിട്ട് പാക്ക് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ വില കൂടുമോ? വില കുരുമുളകിൻ്റെ വില അവരെടുക്കുന്നതും അതേ വില തന്നെയാണ്. ചണ്ട് കൂട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ അതിൽ കൂടുതൽ വില കൂടില്ല. പക്ഷെ ആളുകളിൽ നിന്ന് എടുത്തുണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായൊരു ശുദ്ധമായ സാധനം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു വാല്യൂ ഉണ്ടല്ലോ. ആ വാല്യൂവിൽ തീരെ ലോ പ്രൈസിൽ നമുക്കത് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളുടെ തന്നെ ഗ്രൂപ്പുകളിൽ ഒത്തിരി പോകുന്നുണ്ട്. അവർ ഓർഡർ ഇടും, നമ്മളതനുസരിച്ച് പാക്ക് ചെയ്ത് മാസത്തിലൊരിക്കൽ നമ്മൾ റൗണ്ട് ചുറ്റി അവരുടെ സ്ഥലങ്ങളിൽ ഇറക്കി കൊടുക്കും. പിന്നെ ഗവൺമെൻറ്റുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അത് കൂടുതൽ. പിന്നെ ഓൺലൈനായിട്ട് കടകൾ ഷോപ്പിലേക്കൊക്കെ ഇറങ്ങി വന്നില്ല. ഷോപ്പിലേക്ക് കൊടുത്ത ഒരു പ്രശ്നം നമുക്ക് അപ്പോൾ പൈസ കിട്ടില്ലല്ലോ. നമ്മൾ പിടിച്ച് നിൽക്കാതെ നമുക്കൊരു എങ്ങനെ പോയാലും ഷോപ്പിൽ പോകുമ്പോൾ ബിൽ ടു ബില്ലായിട്ടൊക്കെ നമുക്ക് ഫണ്ട് എടുക്കാൻ പറ്റും. നമ്മുടെ ഒരു നിലനിൽപ്പും കൂടെ വേണമല്ലോ. അപ്പം ഷോപ്പിലേക്ക് അതുകൊണ്ട് ഇറങ്ങത്തില്ല. സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ഞങ്ങളൊന്ന് ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊരു എൻട്രി തരാമെന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് നോക്കാമെന്ന് ഓർത്തുണ്ട്. കൊച്ചു കൊച്ചു ഷോപ്പുകളിലേക്കല്ലേ കൂടുതൽ. കാരണം ശുദ്ധമായ ആഹാരം, പൈസയുടെ ഒരു പ്രശ്നം ഇല്ലാതെ തന്നെ നല്ല ആഹാരം നോക്കി എടുത്തുകൊണ്ട് പോകുന്നവരവിടെയാണ്. പ്രീമിയം കസ്റ്റമേഴ്സ്, അവരുടെ അടുത്തേക്ക് നമ്മുടെ സ്ഥാനം എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരാൾ ഈ ജാതിക്കേടതുകൊണ്ട് ഒരു സ്ക്വാഷ് എടുത്തൊന്നും എടുക്കുകയല്ല. അതേസമയം ബാക്കി ഇപ്പോൾ മറ്റൊരു നാട്ടിൽ ചെല്ലുമ്പോൾ അതിലൊരു വിലയുണ്ട്. പക്ഷെ ഇതെന്നാണെന്നും ഈ ബ്രാൻഡ് ഒന്ന് ഔട്ടായാലേ നമുക്ക് അത്രയും ഒരു പബ്ലിസിറ്റി ഞങ്ങൾക്ക് ആയിട്ടില്ല. ഒരു പബ്ലിസിറ്റിയും അഡ്വർടൈസ്മെൻറ്റും ഒക്കെ കൂടുതൽ വന്നാലേ ആ ഒരു രീതിയിലേക്ക് വരാൻ പറ്റും. ഇതൊരു കേരള അഗ്രോ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ഔട്ട്ലെറ്റ് ഉണ്ട് എല്ലാ ജില്ലയിലും ഓരോന്നും. അതിൽ ഇടുക്കി ജില്ലയുടെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി നമ്മളാണ്. ഗവൺമെന്റിന്റെ ബ്രാൻഡാണ്. ഗവൺമെൻറ്റിൻ്റെ ബ്രാൻഡ് അത് പുതിയതായിട്ട് തുടങ്ങിയല്ലേ? പുതുതായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടുക്കി ജില്ലയുടെ അടിമാലി എടുത്ത് മൂന്നാർ പോകുന്ന റൂട്ടിലാണ് നമ്മുടെ ഉള്ളത്. ഒരു 1 കിലോമീറ്റർ 20 ഈ റൂട്ട് അങ്ങോട്ട് പോകുന്ന രാജക്കാടോ? കട്ടപ്പന, നെടുങ്കണ്ടം, രാജാക്കാട് നെടുങ്കണ്ടം റൂട്ടാണിത്. കട്ടപ്പന റൂട്ടുണ്ട്. അടിമാലി, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം ഇതിനിടയിൽ വരുന്നൊരു സ്ഥലമാണ്. ഇതിൻ്റെ ഇത് ഗരം മസാല എന്ന് പറയുന്ന സ്പൈസസ് എല്ലാം നമ്മുടെ സ്പൈസസ് തന്നെ എടുത്തിട്ട് ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ടാവും. നല്ല ഡിമാൻഡ് ഉണ്ടാവും. കാരണം അത് എടുക്കുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ആ ഒരു വേറെ ഇതൊന്നും ചേർക്കാതെ സ്മെല്ലാണ്. നല്ലൊരു ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഇപ്പം ബിസിനസ്സുകാരിതുകൊണ്ടാണ് സെക്കൻഡ്സ് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് കൊടുക്കുന്നത്. ഒരിക്കലും ഫസ്റ്റ് ക്വാളിറ്റി. പിന്നെ മഞ്ഞളൊക്കെ ഇതിൻ്റെ കുർക്കുമിനൊക്കെ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ചണ്ടി എടുത്തിട്ട് പൊടിച്ചിട്ട് വരും. പിന്നെ ഫ്ലേവർ ചേർക്കും. അപ്പം നമ്മുടെ ഇതിനേക്കാളും ഒരിക്കൽ ഫ്ലേവർ കൂടുതൽ അവരുടേനായിരിക്കും. പക്ഷേ ശുദ്ധമായ സാധനം നമ്മുടേതാണ്. നമ്മുടെ ഈ ശരിക്കും മഞ്ഞൾ എടുത്ത് വെച്ചിട്ട് ഈ സാധാ പാക്കില്ലേ, ഈ സാധാരണ കവറിൽ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചാൽ ഒരു ഇച്ചിരി നാൾ കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അതിൽ പയ്യെ ഓയിൽ കണ്ടന്റ് വരും. അതിൻ്റെ അർത്ഥം അതിനകത്തുനിന്ന് കുറിക്കുമ്പോൾ നമ്മൾ കളഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് വരുന്നതാണത്. ഞങ്ങൾ തന്നെ ആദ്യത്തിൽ തന്നെ ഇങ്ങനെ ഒരു എണ്ണമയം പോലെ കയറി വരുന്നത് എല്ലാത്തിനകത്തും ഉണ്ടല്ലോ. അപ്പോൾ എക്സ്ട്രാക്റ്റ് ചെയ്യാത്തത് കൊണ്ട് നല്ലൊരു സാധനമായതുകൊണ്ട് ആ രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് ഞങ്ങളുടെ കൊണ്ടുപോയി ഹെൽത്ത് മിക്സ് നമ്മൾ എല്ലാം സീഡ്സും മേടിച്ചു. പിന്നെ നമ്മുടെ നട്ട്സ്, ബദാം, ചക്കപ്പൊടി, നമ്മൾ തന്നെയുള്ള ചക്കപ്പൊടി, ചക്കക്കുരുപ്പൊടി, ബനാനപ്പൊടി എല്ലാം കൂടെ ചേർത്താൽ. പക്ഷെ ഇതുകൊണ്ട് കഴിച്ച് ഈ വെള്ളപ്പാണ്ടുണ്ടെന്ന് പറഞ്ഞ് പിള്ളേരുടെ വീടുകളിൽ കൊണ്ടുപോയിട്ട് അവരമ്മമാർ കൊടുത്തിട്ട് പലരും വന്ന് പറഞ്ഞു പിള്ളേരുടെ ഒരു വെള്ളപ്പാണ്ടിന് വ്യത്യാസമുണ്ട്. നമുക്ക് വേറൊന്നും വെച്ചിട്ട് നമ്മൾ ചെയ്തല്ല കേട്ടോ. എല്ലാം കൂടെ ചേർത്തൊരു ശുദ്ധമായ സാധനം കുട്ടികളൊക്കെ കഴിക്കുന്നതാണല്ലോ പാലിനകത്ത് ചേർത്ത്. ഇതിപ്പോൾ ഞങ്ങൾ ഷുഗർ ഫ്രീ ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പനങ്കൽക്കണ്ടം ഇട്ടുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ പനങ്കൽക്കണ്ടം ഇട്ട്
അപ്പോൾ അത് ശരിക്കും ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. പനങ്കൽക്കട ഉണ്ടാക്കുന്നവരുണ്ട് നമ്മുടെ ഇവിടെ ഇല്ല, അത് ഞങ്ങൾ പാലക്കാട് നിന്ന് മേടിക്കുക. അവിടെ ഞങ്ങൾക്ക് CMC-കാർക്ക് ഗ്രൂപ്പുകളുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മേടിക്കുകയും ചെയ്യും. ഒരു CMC ഒക്കെ എടുക്കുന്നുണ്ടോ? ഉണ്ട്, ചങ്ങനാശ്ശേരി CMC, ചങ്ങനാശ്ശേരി കോട്ടയത്ത് വരുന്നത്. ഞങ്ങളുടെ എല്ലായിടത്തും ബ്രാഞ്ച് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ എല്ലാം ഗ്രൂപ്പുകളും ഉണ്ട്, അങ്ങനെ ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ട്. കുറവിലങ്ങാട് CMC-യുടെ മഠമുണ്ട് ആ, ഞങ്ങളുടെ അടുത്ത. ഇത് ഒരു അവല് കപ്പ എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ പണ്ട് നമ്മുടെ വീട്ടിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് കപ്പ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളത് ശരിക്കും ചൂടുവെള്ളത്തിൽ മുങ്ങിയെടുക്കും. അപ്പം അതിൻ്റെ ആ ഒരു കട്ടും അതിൻ്റെ ഒത്തിരി കണ്ടന്റ് അങ്ങ് പോകും, ഈ കൊഴുപ്പില്ല, അതിനകത്ത് ആ സ്റ്റാർച്ച് അങ്ങ് മാറിയിട്ട് ചെയ്യുന്നത്. ഇതൊരു 4 മണിയുടെ സ്നാക്സ് പോലെയാണ്. നമ്മൾ ശർക്കരയും തേങ്ങായും കൂട്ടി ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുത്തുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒന്നും ആരും അത് ചെയ്യുന്നില്ല. ഞങ്ങളതൊരു അതും നല്ലൊരു മൂവ്മെന്റ് ഉള്ളൊരു നാടൻ ഭക്ഷണമാണ്. അതൊരു 4 മണി സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. ഉണക്കും, അത് ഡ്രയറിൽ ഉണക്കും. അച്ചാറ് വേറെ ഏതൊക്കെയുള്ള? അച്ചാറ് കേര അച്ചാറ്, കുഴുവ അച്ചാറ്, ചിക്കൻ അച്ചാറ്, പിന്നെ നാരങ്ങ അച്ചാറ്, നാരങ്ങ ഡേറ്റ്സ് അച്ചാറ്, മത്തി കൊണ്ടുള്ള അച്ചാറ്. ഈ മത്തിക്ക് അച്ചാറൊക്കെ നമുക്ക് തന്നെ ഒരു വിശ്വസിക്കാൻ പറ്റില്ല. ചേച്ചിമാർ പലരും വീട്ടിൽ ചെയ്യുന്ന ട്രിക്കുകളാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അവർ വന്ന് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ അല്പം ഇത് മത്തിയാണോ, അത്രയും ഒരു നല്ല ടേസ്റ്റാണ് മത്തി, കുഴുവ. അതുകൊണ്ട് മീനച്ചാറുകൾ ഇവിടെ കൂടുതൽ പോകുന്നത്. ഞങ്ങളുടെ ഒരു വലിയൊരു മാർക്കറ്റിങ് ഫോറിന് പോകുന്ന പിള്ളേരെ ഒത്തിരി പേരും പുറത്തേക്ക് പോകാണല്ലോ ഇപ്പം. അപ്പം അവർ ഇത് നല്ല സാധനമായതുകൊണ്ട് കേട്ടറിഞ്ഞ് വന്ന് ബൾക്കായിട്ട് സാധനങ്ങൾ, പൊടികളും മറ്റു സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകും. അത് ഞങ്ങൾക്കൊരു നല്ല മാർക്കറ്റാണ്. പിന്നെ ഇടിയിറച്ചി, ഡ്രൈ മീറ്റ് ഉണ്ട്. ഡ്രൈ മീറ്റ് നമ്മുടെ ഡ്രയറിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ ഇറച്ചി വാങ്ങിച്ചിട്ട് നമ്മുടെ ഡ്രയറിൽ തന്നെ ഉണക്കി. അതും ഈ പുറത്ത് പോകുന്നവർക്കൊക്കെ നമുക്ക് നല്ലൊരു മാർക്കറ്റ് കിട്ടുന്നുണ്ട്. ഇതൊരു പൈനാപ്പിളിൻ്റെ സ്വീറ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് പൈനാപ്പിൾ കൊണ്ട് നമ്മളത് ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന സാധനമാണ്. ഇത് തന്നെ നമുക്ക് നെറ്റ്മെഗിൻ്റെ തൊണ്ട് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നതല്ല, നമ്മൾ ഷുഗറിലൊരു ഇത് നടത്തിയിട്ട് പൈനാപ്പിൾ പീസ്. ഇതിൻ്റെ ചെറുതിരിപ്പുണ്ടോടാ? 6 മാസമാണ് നമ്മൾ പറയുന്നത്. പിന്നെ വേറെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇല്ല ഒന്നും ചേർക്കുന്നില്ല. ഈ ഷുഗർ തന്നെ ഷുഗർ സൊല്യൂഷൻ വരുന്നതുകൊണ്ട് കുറച്ച് നാൾ അത് പ്രശ്നമൊന്നും ഇല്ലാതിരിക്കും. കേരള ഗവൺമെന്റ് അതെടുത്തിട്ടില്ല. അതെടുക്കണമെങ്കിൽ ഇത് അതിൻ്റെ നമ്മൾ ന്യൂട്രീഷൻ അനാലിസിസ് ടെസ്റ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ എടുക്കണം. മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അല്ല, നമ്മളൊരു 15 ഐറ്റത്തിന് എടുത്തിട്ടുണ്ട്. ഇതുണ്ട്, അങ്ങനെ 15. അത് ഇത്രയും പൈസ വരുന്നതുകൊണ്ട് ഞങ്ങളങ്ങ് എല്ലാം എടുത്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ന്യൂട്രീഷൻ അനാലിസിസ് ചെയ്യിപ്പിച്ചെടുത്ത് ആ റിപ്പോർട്ട് നമ്മൾ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഗവൺമെന്റ് നമുക്ക് ആ ബ്രാൻഡ് സാങ്ഷൻ ആക്കി തരും. ഇതിനകത്ത് എത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ട്? ഒരു എത്ര എണ്ണം കറക്റ്റ് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇൻഗ്രീഡിയൻസ് കച്ചുവണ്ടിയുണ്ട്, ആൽമോണ്ട്, റാഗി, വാട്ടർമെലൻ സീഡ്സ്. നല്ല മാർക്കറ്റ് കിട്ടുന്നതാണ്. നല്ലത് കിട്ടും. ഞാൻ പറഞ്ഞ അത്രയും നമ്മളൊരു വലിയ ഇത് നടത്തിയിട്ടില്ല. ഇത് സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവച്ചാൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ശരിക്കും എഴുതി കഴിയുമ്പോൾ അവർക്കത് പോകുന്ന ഒരു ഐറ്റം. ഞാൻ പറഞ്ഞു ഞങ്ങളുടേതൊരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളതും ഒരു അത്യാവശ്യം ആവറേജ് ലെവലിൽ നിന്ന് ഒരല്പം കൂടെ നിൽക്കുന്നവർക്കുമാണ് നമ്മുടെ ഈ പ്രോഡക്റ്റുകൾക്കൊക്കെ പറ്റുന്നത്. സാധാ ആൾക്കാർക്ക് നമുക്ക് എപ്പോഴും ഇച്ചിരി കുറഞ്ഞത് മതിയല്ലോ, ഏറ്റവും കുറഞ്ഞത്. ഇപ്പം മഞ്ഞൾ വെക്കുന്ന മഞ്ഞളിൻ്റെ വിലയും അല്ല കുർക്കുമനെടുത്ത മഞ്ഞളിൻ്റെ വിലയും തമ്മിൽ വ്യത്യാസം വരും. നമ്മൾ കർഷകർക്ക് വില കൊടുത്ത് അവരോടത് വാങ്ങിച്ച് അത് പൊടിച്ച് അത് പാക്കാക്കി വരുമ്പോൾ നമ്മളെടുക്കുന്ന ഒരു വില അതെടുത്തേ പറ്റുള്ളൂ, അല്ലേ പിന്നെ കർഷകനൊന്നും കിട്ടാതെ വരും. ചാർജ് അതെ. ഞാനൊരു മാത്തമാറ്റിക്സ് ടീച്ചറായിരുന്നു. അവിടെ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് വേറൊരു ഫീൽഡിലേക്ക് ഇറങ്ങിയതാണ്. ഞാനൊത്തിരി സോഷ്യൽ വർക്കിൻ്റെ ഒരു മേഖലയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ കർഷകരുടെ ഒരു വിളി. നമ്മുടെ അതുപോലെ തന്നെ കഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണല്ലോ കർഷകർ. അതുകൊണ്ട് കർഷകരുടെ അടുത്തേക്ക് ഇറങ്ങിയപ്പം
ആ ഒരു ഇനീഷ്യേറ്റീവിൽ വന്നതായതുകൊണ്ട് ഇതിൻ്റെ ഒരു പോക്ക് ഇങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഞങ്ങളങ്ങ് 2 വർഷമായിട്ടുള്ളൂ. 3 വർഷത്തെ പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റ് നിൽക്കുന്നത്. അത് തീരുമ്പോഴത്തേനും ഞങ്ങൾക്ക് തന്നെ നിൽക്കാം. ഇപ്പോൾ നമുക്കൊരു ആഗ്രോ നേഴ്സറി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു പൗഡറിങ് യൂണിറ്റ് ഉണ്ട്. പിന്നെ കേരള അഗ്രോയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇത്രയും സാധനങ്ങൾ ഈ 2 വർഷത്തിനിടയിൽ നമ്മുടെ ബ്രാഞ്ചുകളുണ്ട്. ഔട്ട്ലെറ്റ് മൂന്നാർ റൂട്ടിലാണ്, മച്ചിപ്ലാവ്, അടിമാലി എത്തുന്നതിന് മുമ്പായിട്ട്. അഗ്രോ നേഴ്സറിയിൽ എന്തൊക്കെയാണ്? അഗ്രോ നേഴ്സറി സ്പൈസസിൻ്റെ തന്നെയാണ്, ഏലത്തിൻ്റെ, കുരുമുളകിൻ്റെ, ജാതിയുടെയൊക്കെ. അപ്പോൾ ഞങ്ങൾ തൈ ആക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടിയത്. ഇനി എല്ലാ തൈകളും, ഫ്രൂട്ട്സിൻ്റെ തൈകളെല്ലാം ഉണ്ട്. ചക്കയുടെ തൈകൾ, ഞങ്ങൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു പ്രോസസ്സിങ് ഉള്ളത് കൊണ്ട് അത് തന്നെ ഈ എല്ലാ കാലത്തും ഉണ്ടാകുന്ന ചക്കയുടേത് കുറച്ച് തൈകളൊക്കെ ആളുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓൾ സീസൺ. വിയറ്റ്നാം എയർലിയാണ് കൊടുത്തത്. അതിൻ്റെ തന്നെ റെഡും അല്ലാത്തതും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇനി ആയി വരുമ്പോൾ കർഷകർ നമുക്ക് തന്നെ തിരിച്ച് തരിക എന്നുള്ള, ഞങ്ങൾ പ്ലാവും തൈ കൊടുത്തു, ചക്ക തിരിച്ചെടുത്തോളാം എന്നുള്ള ഇതിൽ. നമുക്ക് ചക്കയുടെ ഒത്തിരി ആവശ്യം വരുന്നുണ്ട്. ഈ പുറത്തേക്ക് ആളുകൾ ഒത്തിരി ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞാൽ ഫ്രീസറിനകത്ത് വെച്ച് ഇച്ചിരിയും കൂടെ നല്ലതാണ്. നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്നെങ്കിൽ അത്രയും കോൾഡ് റൂം ഒക്കെ വേണം. അതൊക്കെ നല്ലൊരു എക്സ്പെൻസീവാണ്. അതൊക്കെ ഇല്ല, അതിനുള്ളതായില്ല. ഞങ്ങളായി വരും. ഇടുക്കി ജില്ലയിൽ ഉള്ളതായിട്ട് എനിക്കറിയില്ല. അതിനുള്ളൊരു ഫണ്ടിങ്ങും കൂടെ നമുക്ക് കിട്ടും, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യണമെന്നുണ്ട്. കാരണം എന്ത് സാധനമാണെങ്കിലും നമുക്കതൊന്ന് ഇത് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കാനുള്ളൊരു സംവിധാനം. ബ്ലാസ്റ്റ് ഫ്രീസ് ചെയ്താണെങ്കിൽ ഇപ്പോൾ സൂക്ഷിക്കണേ കോൾഡ് റൂം ആവശ്യമുണ്ട്. ഞങ്ങൾ അതേക്കുറിച്ചൊക്കെ ഒന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്കീമുണ്ട്, അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ. അവർ ഫണ്ട് തരും. അത് അവരുടെ ഫണ്ട് എടുത്ത് ഞാൻ തുടങ്ങി. പക്ഷെ അതിന് തന്നെ 1 മാസം പിറ്റേ മാസം തൊട്ട് തിരിച്ചടവ് കൊടുക്കണം. ലോൺ എടുത്താൽ 35% അത് PMFMയുടെ 35 കിട്ടിയാലും നമ്മളൊരു കോൾഡ് റൂമൊക്കെ തുടങ്ങിയാൽ നല്ലൊരു എമൗണ്ട് നമുക്ക് വേണം. അതെല്ലാ മാസവും തിരിച്ചടയ്ക്കാനുള്ള ഒരു സാധ്യതയും കൂടെ കണ്ടിട്ട് വേണമല്ലോ. നമുക്ക് ഒരു എടുത്തിയാടിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങളിപ്പോൾ 2 ലോണുണ്ട്. അഗ്രികൾച്ചർ നേഴ്സറിക്ക് ഒരു ഫണ്ടുണ്ട്, ഒരു ലോണുണ്ട്. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിന് ഒരു ലോണുണ്ട്. അത് രണ്ടും അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു നല്ല മാർക്കറ്റ് വന്നാൽ നമുക്ക് അടുത്തത് എടുക്കാൻ പറ്റും. ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു വലിയ പ്രോസസ്സിങ് യൂണിറ്റാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. സീസണാണ്. അപ്പം മറ്റേ സീസണിലുള്ള സാധനങ്ങളും കൂടെ എടുക്കും. കപ്പ, ഏത്തക്ക. കപ്പയുടെ സീസൺ വരുമ്പോൾ അത്, ഏത്തക്ക, പിന്നെ ചക്ക. ഈ 3ഉം പ്രോസസ്സ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാനുള്ള ഒരു വലിയൊരു പ്രോജക്റ്റ് ഞങ്ങളുടെ ഉള്ളിലുണ്ട്. പീലിംഗ് യൂണിറ്റ് ഉണ്ടെങ്കിൽ ഇന്ത്യയിലുണ്ടെങ്കിലും അനിൽ എടുത്തോളൂല്ലോ. ഏതാ? അനിൽ ചക്കയുടെ അവർ തികയുന്നില്ല. ഇവിടെയൊക്കെ ഒരുപാട് ചക്കയുള്ള സ്ഥലമായതുകൊണ്ട് ഞങ്ങളുടെ ചക്ക ഇതൊന്ന് താഴെ വീഴാതെ എടുക്കാനുള്ളൊരു സംവിധാനം. അല്ലെങ്കിൽ കുന്നിൻ്റെ മുകളിലല്ലേ, അതൊന്ന് പറിച്ച് താഴെയിട്ട് ഇതെടുക്കാനുള്ളൊരു സംവിധാനം കൂടെ ആരെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചാലേ. ചക്ക ഇഷ്ടം പോലെ ഉണ്ട്. കയറി കെട്ടിയാണ്. പക്ഷെ ഓരോന്ന് കയറി കെട്ടി ഇറക്കൽ അത്ര എളുപ്പമല്ല. ഇപ്പം ഇവിടെ കയറുന്നവരും കുറവാണ്. വേറെ എവിടെ നിന്നൊക്കെ വന്നാലേ കയറി എടുക്കാൻ പറ്റും. ബംഗാളികളൊക്കെ കയറുള്ളൂ. ഇങ്ങനെ ഒരാൾക്ക് സാലറി കൊടുത്ത് കൊണ്ടുവന്ന് പിന്നെ അത് ഏതെങ്കിലും ഒരു കോണിലായിരിക്കുമല്ലോ, അവിടെ പോയി കൊണ്ടുവന്ന് പിന്നെ അത് വെട്ടിയൊരുക്കലെന്ന് പറയുന്നത് ഇത്ര എളുപ്പമുള്ള പണിയല്ല. ഏറ്റവും വലിയൊരു പണിയാണ് ചക്ക വെട്ടിയൊരുക്കൽ. ചക്കയുടെ എല്ലാം അങ്ങനെ ഒരു വലിയൊരു പ്രൊജക്റ്റ് ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണിപ്പോൾ ചക്കക്കൂട്ടക്കാർക്ക് പറ്റിയിരിക്കുന്നത്. അവർക്ക് ആവശ്യത്തിന് സാധനം കിട്ടുന്നത്. ഒരു പീലിംഗ് യൂണിറ്റ് എല്ലായിടത്തും തുടങ്ങുന്നുണ്ട്. തുടങ്ങിയാലും അവരെടുത്തോളും എത്രയാണ്. പക്ഷെ ഇവിടെ നമുക്ക് അവിടെ എത്തിക്കൽ ഇത്രയും സമയമുണ്ട്. 2 മണിക്കൂറിനുള്ളിലൊക്കെ അത് ബ്ലാസ്റ്റ് ഫ്രീസറിൽ കയറിയിരിക്കണം. പറിച്ച് ഒരുക്കി കഴിഞ്ഞാൽ, വെട്ടി ഒരുക്കി കഴിഞ്ഞാൽ 2 മണിക്കൂറാണ്. എന്നാലേ നല്ല ഫ്രഷായിട്ട് അത് ഇരിക്കുള്ളൂ. അപ്പം നമ്മൾ എത്ര ദൂരത്തുനിന്ന് കൊണ്ടുവന്ന് ഈ സാധനം ബ്ലാസ്റ്റ് ഫ്രീസറൊക്കെ ഭയങ്കര ചിലവുള്ളൊരു പദ്ധതിയാണ്. അതിന് ഫ്രീസറുള്ള ഒരു വണ്ടി മതി. ആ ഫ്രീസറിൽ അന്നേരം വെട്ടി ഒരുക്കി കൊണ്ടുവരണ്ടേ? വെട്ടി ഒരുക്കി കഴിഞ്ഞ് ഫ്രീസറിലോട്ട് കയറ്റിയാൽ അതിനുള്ള ടൈമൊക്കെ കിട്ടും. അല്ല, അതിനൊരു ഫണ്ടിങ്ങിന് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നു. എവിടെന്നെങ്കിലുമൊക്കെ നമുക്കൊരു ഫണ്ടും കൂടെ ആയാൽ ഇത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നിലവിൽ വണ്ടി ഉണ്ടല്ലോ, അത് ഫ്രീസറാക്കിയാൽ മതി. അല്ല, അതിന് ഞങ്ങൾക്ക് വലിയ തടസ്സമില്ല. നമുക്ക് വണ്ടിയുള്ളൂ. ഫ്രീസർ മാറ്റി വെച്ചാൽ മതി. സിസ്റ്ററിൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് ഇവിടെ തന്നെ, ഇടുക്കി തന്നെയാണ്. ഒരു കർഷകൻ്റെ മകളാണ്. ഇടുക്കിയിൽ എവിടെയാണ്? ഇടുക്കി പണിക്കൻകുടി, കൈലാസം എന്ന് പറയും. കൈലാസം. ഹൈസ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എവിടെയാണ്? +2.
മാത്തമാറ്റിക്സ് ആയിരുന്നു. പിന്നെ ഞാൻ MSW ഒക്കെ ചെയ്തിട്ടാണ് ഈ ലെവലിലേക്ക് ഇറങ്ങിയത്. സോഷ്യൽ വർക്കിൻ്റെ ഒരു മേഖല ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് കൂടെ ഉള്ളൊരിത് വേണം. ഇപ്പം ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങി പിന്നെ ഇപ്പം MBA കൂടെ ചെയ്തില്ല. ഓൺലൈനായിട്ട് ചെയ്താലോ എന്നൊരു ചിന്തയുണ്ട്. കാരണം നമുക്ക് ഈ ഒരു മാർക്കറ്റിങ്ങിനെ കുറിച്ച് കുറച്ചുകൂടെ നമുക്കൊരു ഇതുണ്ടെങ്കിലേ അതിൻ്റെ ഒരു ടെക്നിക്കലി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കൊടുക്കാനുള്ള സന്ദേശം എന്തുവാണ് ഇതുപോലെ ബിസിനസ് ചെയ്യുന്നവർ? FPOക്ക് കൊടുക്കാനായിട്ടെന്ന് വെച്ചാൽ ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ്, ഒരു നല്ലതുമാണ്. പക്ഷേ ഒരു മാർക്കറ്റിങ്ങിനുള്ള സംവിധാനങ്ങൾ ഈ FPOs തന്നെ കണ്ടെത്തിയിട്ട് ഒന്നിച്ച് നിന്നാൽ ഒരുപാട് കാര്യം ചെയ്യും. കാരണം ഞങ്ങൾക്കുള്ളതായിരിക്കില്ല വേറൊരു, അപ്പം ഞങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം അടുത്തൊരു ഗ്രൂപ്പിനുള്ളത്. അപ്പം അത് ഇപ്പം ഞാൻ പല എക്സിബിഷന് പോയി, ചെന്നൈയിലും ഡൽഹിയിലൊക്കെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ ധാന്യങ്ങളൊക്കെ ചെറുപയറിൻ്റെ ഗുജറാത്തിലുള്ള ഒരാളുമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അവർ ചെറുപയറിന് വെറുതെ 40 രൂപയൊക്കെ ഉള്ളൂ അവർ ഹോൾസെയിൽ തരുന്നതിന്. അപ്പോൾ അയാൾ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ധാന്യങ്ങൾ തരാം, എനിക്ക് സ്പൈസ് തന്നാൽ മതിയെന്ന്. ശരിക്കും നമ്മളൊരു ടൈപ്പ് വെച്ചാൽ നമ്മുടെ ആളുകൾക്ക് ഈ പറയുന്ന വലിയ വിലയില്ലാതെ നമുക്ക് ആ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു FPOയുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് കേരളത്തിന് ഫുഡ് ഒരിക്കലും നിന്ന് പോകുന്നില്ലല്ലോ. മനുഷ്യന് ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. മനുഷ്യനുള്ളിടത്തോളം കാലം ഫുഡ് നിലനിന്ന് പോകും. അതുകൊണ്ടൊരു കൂട്ടായ ഇതുണ്ടെങ്കിൽ എല്ലാ സ്റ്റേറ്റുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് നന്നായിട്ട് പോകാൻ പറ്റും. ആളുകൾക്ക് നല്ല രീതിയിൽ. പിന്നെ കൃഷി വിട്ട് ഓടുവാണല്ലോ ഇന്നെല്ലാവരും. കൃഷിയിൽ തന്നെ പിള്ളേരെ ഒന്ന് തിരിച്ചു വരണം. അത് ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. എല്ലാവരും പുറത്തേക്ക് പോകാതെ നമ്മുടെ പിള്ളേർ ഇവിടെ തന്നെ നിൽക്കണം. അവർക്കൊരു ബിസിനസ്, നല്ല സാലറി കിട്ടുന്ന ഒരു ജോബിൻ്റെ സാധ്യത ഇവിടെ തന്നെ ഉണ്ട് നമുക്ക്. അത് കിട്ടും എന്നൊക്കെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ പറയായിരുന്നു പല മാളുകൾ, ഇപ്പോൾ ഒരു ലുലു മാള് പോലത്തെ പല മാളുകൾ നമ്മുടെ ഈ കർഷകരുണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം അത് തന്നെയാണ്. ഡയറി ഫാം നമുക്കുണ്ട്, കോഴി വളർത്തലുണ്ട്, പന്നി വളർത്തലുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് പല മാളുകൾ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഫണ്ടിങ്ങിൻ്റെ ഒരു സാധ്യത ആളുകളുണ്ടായാൽ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ അത്ര എളുപ്പമാണ്. ഞാനിപ്പോൾ 2 വർഷം കൊണ്ട് കുറേ പഠിച്ചു. പെട്ടെന്ന് നമ്മളൊരു സാധനത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങേ അറ്റം എത്തുന്നത് വരെ നമുക്ക് സ്ട്രഗിളാണ്. അപ്പോൾ ആ സ്ട്രഗിളും കൂടെ എടുത്തു കഴിയുമ്പോൾ ഇപ്പം ഞങ്ങൾ അത്യാവശ്യം ഒരു നിലനിൽപ്പിലേക്ക് വന്നു. ഇനി അടുത്തൊരു സ്റ്റെപ്പിലേക്ക്, ഞങ്ങൾക്കൊരു നല്ല മാർക്കറ്റിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പിലേക്ക് കിടക്കണം. അത്രയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് FPOകൾ നിന്ന് പോയിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലും 50 FPOകളുണ്ട്. അതിനും എല്ലാവരും ഒന്നും ഈ ഒരു സ്റ്റെപ്പ് വരെ എത്തിയവർ വളരെ കുറവാണ്. പ്രൊഡക്റ്റ് വരെ എത്തിയവർ, പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളവരൊക്കെ വളരെ കുറവാണ്. ഞങ്ങൾക്ക് അവരുടെ തീരുന്നതിനിപ്പുറം നമ്മളൊരു കാലിൽ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് വിചാരിച്ചാൽ ഞങ്ങളൊരു സ്ഥലമൊക്കെ മേടിച്ചിട്ടു. 60 സെൻറ്റ് ഭൂമി. കാരണം ഞങ്ങൾ ഷെയർ എടുത്തവരുടെ ഒരു അവരുടെ ഒരു ഫിക്സഡ് എമൗണ്ടായിട്ട് ഫിക്സഡ് അസറ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ കള്ളത്തരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് പോകും എന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. ആരോടും നമുക്കങ്ങനെ ഒരാൾക്ക് ഇത്രയും ഫണ്ട് കിട്ടി നമുക്ക് ഇത്രയും കോടി ഉണ്ടാകണമെന്നൊന്നുമില്ല. എല്ലാവർക്കും ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിക്കുന്നയാൾക്കും നല്ലതുണ്ടാവണം, കൊടുക്കുന്നയാൾക്കും കിട്ടണം. അല്ലെങ്കിൽ എന്നും ഞങ്ങൾ വിൽക്കാൻ സമയമാകുമ്പോൾ കർഷകർക്ക് വിലയില്ല. ഡിവിഡൻഡ് അപ്പം ഡിവിഡൻഡ് ആയില്ല ഞങ്ങൾക്ക്. അതാവുമല്ലോ, നമുക്കൊരു ലാഭത്തിലെത്തുമ്പോൾ തീർച്ചയായിട്ടും ഡിവിഡൻഡ് അവർക്ക്. അതാണ് അവരുടെ കയ്യിൽ നിന്ന് സാധനം എടുക്കുമ്പോൾ അവർക്കൊരു വില കിട്ടുന്നു. രണ്ടാമത് അവർക്കൊരു തൊഴിൽ കിട്ടുന്നു. ആവശ്യം കൂടുതൽ ഇത് വരുമ്പോൾ നമുക്ക് തൊഴിലുണ്ടാകും. പിന്നെ മൂന്നാമത് അവർക്ക് ഇതിൻ്റെ ഡിവിഡൻഡ് കിട്ടും. 3 രീതിയിൽ ഒരേ കാര്യത്തിൽ അവർക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞങ്ങളിവിടെ 5 പേരുണ്ട്. ഇതിനെ മാനേജ് ചെയ്ത് ഞങ്ങൾ 3 പേരാണ് ഇതിന് നിൽക്കുന്നത്. 2 പേര് സ്കൂളിൽ പോകുന്നത് ഉണ്ട്. അവർ മാർക്കറ്റിങ്ങിൻ്റെ ആളാണ്. ഒരാൾ CEO ഉണ്ട്. പിന്നെ ഒരു പ്രൊഡക്ഷൻ മാനേജറുണ്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കും. ബാക്കിയുള്ളവർ പാക്കിങ്ങിൻ്റെ ആൾക്കാരൊക്കെ. പിന്നെ അച്ചാറുകൾ ഉണ്ടാക്കാൻ. പിന്നെ ഇത് പല യൂണിറ്റുകളിലും ഉണ്ടാക്കാം. ഇവിടെ ചെയ്യുന്നതാണ് കൂടുതലും. ഞങ്ങൾ സ്ഥലം ഉണ്ടാക്കാനൊക്കെ ഏരിയയൊക്കെ നമുക്കല്ലേ ഉള്ളൂ. അപ്പോൾ അവർ അതിന് വിളിക്കും. ഞങ്ങൾ ടൈം ആകുമ്പോൾ വിളിക്കും. അവരുണ്ടാക്കിയത് പാക്ക് ചെയ്ത് തന്നെ വെച്ചാൽ അവർ കൊണ്ടുവരുമല്ല, നമ്മുടെ ഇതിൽ തന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. അവർ ചെയ്തു തരും. പാക്കിങ് എല്ലാം. അപ്പോൾ ഓരോ സമയത്ത് വേണ്ട വർക്കിന് ആളെ വിളിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു, സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു 30ഓളം പേര് പല സ്ഥലത്തിരുന്ന് പല സമയത്തായിട്ടൊക്കെ പണിയുന്നുണ്ട്. നമ്മുടെ ഇതിൽ ചെയ്യുന്നുണ്ട്. അത് ആ 30 പേർക്കും പിന്നെ അതിൽ കൂടുതൽ ആളുകൾക്കും നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു മാർക്കറ്റിങ്ങിലേക്ക് എത്താം. ഷെയർ ഹോൾഡേഴ്സ്
ഇല്ല ഇല്ല, അത് പറ്റൂല. എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല. എല്ലാവർക്കും അത് പറ്റില്ലല്ലോ. കൃഷിക്കാരാണല്ലോ, അവർ കൃഷി ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. അവരുടെ ഫാമിൽ അവർ കൃഷി ചെയ്യുക, നമ്മൾ ആ കൃഷി എടുക്കുക, കൃഷിയുടെ ഉൽപ്പന്നം നമ്മൾ എടുക്കുക, എടുത്തിട്ട് ചിലർക്ക് ചെയ്താൽ മാത്രമേ വരുമാനം ഉണ്ടാകുന്നവർ കാണുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ പെപ്പറും കാർഡമൊക്കെ വിലയുള്ള പ്രൊഡക്റ്റ് അല്ലേ, അപ്പോൾ പിന്നെ അത് അവർക്ക് നഷ്ടം വരുന്നുണ്ട്. അത്യാവശ്യം പിടിച്ച് നിൽക്കാൻ പറ്റുന്നത് അതങ്ങനെ ചില സമയത്തില്ലല്ലോ. അല്ല, അത് സ്റ്റോക്ക് ചെയ്തിട്ട് വിറ്റാൽ പോലെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ അത്ര വലിയ ഹൈ ഫാമിലീസ് അല്ല, നല്ല മാർജിനൽ ഫാമേഴ്സ്. ഒരു സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നത് നല്ല ഏരിയ ഉള്ളവരാണ്, അല്ലാത്തവർക്ക് നിത്യവൃത്തിക്ക് പൈസ നിത്യവൃത്തിക്ക്. അപ്പോൾ അവരത് എടുക്കുന്നു, കൊണ്ട കൊടുക്കുന്നു, തൊട്ടടുത്ത കട ഏതാണ് അവിടെ കൊണ്ട് കൊടുക്കുന്നു, അവർ പറഞ്ഞ വില അവർ കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മളും അതൊക്കെ അവരിൽ നിന്ന് ഇച്ചിരി കർഷകർ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും ഒരു 10 രൂപയും കൂടെ കൂട്ടി നമ്മുടെ കർഷകർക്ക് കൊടുത്തെടുക്കണം എന്നൊക്കെയുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഇവിടെ ഈ മറ്റേ ഇങ്ങനെ ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോകണ സൊസൈറ്റി ഉണ്ടോ? വേറെ സൊസൈറ്റി ഉണ്ടോ? ഈ സൊസൈറ്റികൾ ആരും വന്നില്ല. പിന്നെ ഒരു 3-4 ആൾക്കാരുമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്, ഒരു സാമ്പിൾ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ബൾക്കായിട്ട് ചോദിച്ചിട്ടുണ്ട് ചിലർ, അവരുടെ ബ്രാൻഡ് ചെയ്ത് കൊടുക്കാമോ, സ്ഥിരമായിട്ട് എടുക്കുന്നതാണെങ്കിൽ ചെയ്ത് കൊടുക്കും, വോളിയമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ചക്കകളൊന്നും മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടോ? കുറച്ചുണ്ട്. അത് നമുക്ക് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ, അത് നടന്നു പോകാൻ പാകത്തിനുള്ള ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷത്തേക്കുള്ളത് ഇനി ഞങ്ങൾ ഇച്ചിരി കൂടുതൽ എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ആ പ്രോജക്റ്റ് ഒന്ന് വൈബിളാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെ എത്ര ടൺ പ്രോസസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 1-2 ടൺ ഒക്കെ ഞങ്ങൾ എടുത്തു വെച്ചോളൂ ഇപ്രാവശ്യത്തെ. അത് കാരണം ഈ ചെറിയ ലെവലിലുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമല്ല പോകുന്നുള്ളൂ, ടണ്ണായിട്ടോ ബൾക്കായിട്ടോ ആരും കൊണ്ടുപോകുന്നില്ലല്ലോ. അത്രയും സേവിങ്സേ ഉള്ളൂ. പിന്നെ അടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേനും നാട്ടിലേക്കൊക്കെ ചക്കയാകും. ഏത്തക്കായിൽ ഏത്തക്ക ഉണങ്ങിയതുണ്ട്, ഏത്തക്ക ചിപ്സ് ഉണ്ട്, ഏത്തക്ക ഉണങ്ങിയതുണ്ട്, ഏത്തക്ക പഴം ചിപ്സ് ഉണ്ട്, പിന്നെ ഏത്തക്ക പൊടിയുണ്ട് കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഈ ഹെൽത്ത് മിക്സിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഏത്തക്കായാണ്. ഏത്തക്ക അല്ലാതെ മറ്റു കായകൾ കണ്ണങ്ക ആക്കി മറ്റ് ഞങ്ങൾ എടുക്കില്ല, ഏത്തക്കായാണ് ബൾക്കായിട്ടുള്ളത്. മറ്റത് അങ്ങനെയൊക്കെ ഉണങ്ങി പൊടിച്ചില്ല കേട്ടോ, ചിലപ്പോൾ അത് ചെയ്യാൻ. കണ്ണങ്കായ ഏറ്റവും നല്ല പൊടി. കണ്ണങ്കായ എന്ന് പറഞ്ഞാൽ ഏതാ? ചുണ്ടില്ല കണ്ണ. അത് ഇവിടെ കുറവാണ്. ഞങ്ങൾ ഞാലിപ്പൂവനാണ് ഏറ്റവും കൂടുതലുള്ളത്. ഞാലിപ്പൂവന് റോബസ്റ്റ് ചെയ്തില്ല. ഞാനിപ്പോൾ നമ്മുടെ ഏത്തക്ക മാത്രമാണ് ചെയ്തത്. ചിപ്സ് ഈ ഓണം സീസണിലൊക്കെ നല്ല ഓർഡർ വരാം. ഇപ്പോഴാണ് നമ്മൾ ഓരോ ചിപ്സിൻ്റെ കൂടുന്നതനുസരിച്ചും കുറയുന്നതനുസരിച്ചും പെർസെൻറ്റ് റേറ്റ് എനിക്ക് അത്ര നോക്കിയാലേ അറിയാം. പച്ചക്കായ എന്തോരെയുണ്ട്? 66 ഒക്കെ വന്നായിരുന്നു. കായ്ക്ക് 1 കിലോയ്ക്ക് 66-70 വരെ വന്നെടുത്ത് ഈ കഴിഞ്ഞ മാസം മാർക്കറ്റിൽ ഇവിടെ വന്നെടുക്കുന്നത്. തോട്ടത്തിൽ നിന്ന് കൊടുക്കുന്ന അവർക്കായിരുന്നു. ഇത് ബ്രോഷറാണ്. മറ്റേ സൈഡ് എല്ലാ പ്രൊഡക്റ്റിനും ഉണ്ടല്ലേ അത്യാവശ്യം. ഇതിൻ്റെ കട്ടുകൾ, ഇതിന് കറയുണ്ടല്ലോ, ആ കറ ആവി കയറ്റി കളഞ്ഞിട്ട് വീണ്ടും ഡ്രയറിലിട്ടാണ് പൊടിച്ച് എടുക്കുന്നത്. അപ്പം അതിന് ഇനി ആ വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല ഏറ്റവും നല്ല കുട്ട ചക്കക്കുരു ഇല്ല, ചക്കക്കുരു തന്നെ എടുത്ത് ചെയ്യാം. ശരിക്കും ചക്ക കൊണ്ടിട്ട് നമ്മൾ പൊടിഞ്ഞെടുക്കും. ഇതിനുള്ള ഏറ്റവും തോന്നിയ ക്യാൻസർ പേഷ്യൻസിന് ഏറ്റവും നല്ലതാണ്. അതിൻ്റെ തവിട് നിറത്തിലുള്ള ആ തൊലി കളയാതെ എന്നുള്ളത്. അപ്പം അത് ക്യാൻസർ ഉള്ളവർക്ക് ഒത്തിരി നല്ലതാണ്. പിന്നെ ചക്കയുടെ ഇതായതുകൊണ്ട് ഷുഗറിൻ്റെ ഒരു അംശം അതൊന്നുമില്ല. ആവി കയറ്റി കളയുന്നത് ഗ്യാസിൻ്റെ അംശങ്ങളെല്ലാം പോയിട്ടുണ്ട്. സ്റ്റീംഡാണ്. മില്ലറ്റ്സിൻ്റെ നമുക്ക് കുറവാണ്. ഞങ്ങളൊരു മില്ലറ്റ്സിൻ്റെ ഒരു യൂണിറ്റുമായിട്ട് ഞങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു മില്ലറ്റ്സ് കഫേയും കൂടെ ഞങ്ങൾ ആക്കുവാണ് അത് ഔട്ട്ലെറ്റിലേക്ക്.
അവരുമായിട്ട് ഇന്നലെ ഞങ്ങൾ കോയമ്പത്തൂർ പോയി ചർച്ച ചെയ്ത് നമ്മുടെ കേരളീയർ തന്നെയാണ് അവരവിടെ പോയി. കാരണം എപ്പോഴും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നല്ലത് തമിഴ്നാടാണല്ലോ. അപ്പോൾ അവർ ഈ കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് തമിഴ്നാട് പോയി, തമിഴ്നാടാണ് അവരുടെ കമ്പനി മുഴുവൻ. അപ്പോൾ അവരെത്തിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബൾക്കായിട്ട് എടുക്കുന്നു, നമുക്ക് ധാന്യങ്ങളല്ലാതെ കിട്ടില്ലല്ലോ, പൊടിച്ച് ബൾക്കായിട്ട് അവർ തരും. നമ്മളത് പാക്ക് ചെയ്ത് ഒരുപാട് കമ്പനികൾ നമുക്ക് അറിയാവുന്നവരും കൂടെ വേണമല്ലോ. പിന്നെ അവിടെ പോയി കണ്ട് ലൊക്കേഷനൊക്കെ കണ്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. ഞങ്ങൾ ഈയിടെ പോയേക്കുമായിരുന്നു. അതൊന്ന് കണ്ട് അവരുമായിട്ടൊരു MOU ഒക്കെ സൈൻ ചെയ്ത് അതിന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇലക്റ്റും നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ ഷുഗറുകാർക്കും അത്യാവശ്യം ആളുകൾക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു ഫുഡ് ക്രമീകരിച്ച് കൊടുക്കുക. തമ്മിലൊരു ബന്ധം കുറവാണ്. ബന്ധം കുറവ്. എല്ലാവരും അവനവൻ തന്നെ വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എൻ്റെ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് പ്രോബ്ലമാണ്. അതിന് ഗവൺമെൻറ് കുറച്ചും കൂടി ഒരു മാർക്കറ്റിംഗ് സംവിധാനം കൂടെ ഉണ്ടാക്കാമായിരുന്നു. ശരിക്കും അങ്ങനെ വരണം. അപ്പം പല സ്ഥലത്ത് അവരുടെ യൂണിറ്റുകൾ എല്ലാ ഷോപ്പുകളിലും എല്ലാ സിറ്റികളിലും വരണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാ പ്രോഡക്റ്റും അവിടങ്ങളിലെല്ലാം അല്ല, അത് ഉദ്ദേശമായി കേരളാഗ്രഹം തുടങ്ങിയിരിക്കുന്നു. പക്ഷെ അത് നടക്കുന്നില്ല. കേരളാഗ്രഹം തുടങ്ങിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ അഡ്വർടൈസ്മെൻറ്റ് വന്നില്ല. ഗവൺമെൻറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വരണമായിരുന്നു. ഇത് എന്നാൽ ഈ കേരളാഗ്രഹം എന്നാന്ന് ഇപ്പോൾ ജനങ്ങൾക്കറിയില്ല. അപ്പോൾ അവരവിടെ കാണുമ്പോൾ നിർത്താൻ പറയുന്നില്ല. ഇപ്പോൾ ഡ്രൈവർമാരുടെ അടുത്താണെങ്കിൽ ഇത് നിർത്താൻ പറഞ്ഞാലല്ലേ അവർ നിർത്തി അവിടെ കയറുന്നുണ്ട്. അവർ കാണാൻ പോകുന്നൊരു സ്ഥലത്തേക്ക് അതങ്ങ് പോകുന്നു. സിസ്റ്ററിൻ്റെ ഫോൺ നമ്പർ എന്താണ്? 9562688506. കമ്പനിയുടെ അഡ്രസ്സ് സ്പേസിയ ഇടുക്കി ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്, പാറത്തോട്. കമ്പിളികണ്ടം പാറത്തോടാണ്. പക്ഷേ പല പാറത്തോടുള്ളത് കൊണ്ട് കമ്പിളികണ്ടം പാറത്തോട് ഇഷ്ടം പോലെ. ഇടുക്കിയിൽ തന്നെ പല പാറത്തോട്. രൂപതയുടെ ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഞങ്ങൾ പോയിരുന്നു, ബയോവിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ശരിക്കും ഇതിട്ടെടുത്തില്ലായിരുന്നു, കളറിട്ട് ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയെക്കുറിച്ച് പറയാം. അത് ഞങ്ങളുടെ കർഷകർ ഉന്നമനത്തിന് വേണ്ടി തുടങ്ങിയേക്കുന്ന ഒരു കമ്പനിയാണ് ഈ സ്പേസ് ഇടുക്കി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. അപ്പോൾ ഞങ്ങളുടെ വീട്ടുകാരാണെങ്കിലും ഞങ്ങളുടെ മുതിർന്നവരാണെങ്കിലും എല്ലാവരും കർഷകർ തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടു തന്നെയാണ് വളർന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി കർഷകരുടെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് എത്തിക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ കമ്പനി തുടങ്ങിയേക്കുന്നത്. എത്ര കർഷകരുണ്ട്? ഞാനിപ്പോൾ ഇവിടെ കയറിയിട്ട് 2 മാസമാണ്. വീട് ഇവിടെ തന്നെയാണ്? വീട് ഇവിടുന്ന് കുറച്ചപ്പുറം മുരിക്കാശ്ശേരി എന്ന് പറയും, 20 മിനിറ്റ് അടുത്ത്. എന്താ പഠിച്ചത്? ഞാൻ +2 കഴിഞ്ഞതാണ്. മാർക്കറ്റിങ്ങിൻ്റെ ഇതിന് വേണ്ടി വന്നതാണ്. ഏതൊക്കെ ഏരിയ മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് നമ്മളിപ്പം കോതമംഗലം ഉണ്ട്, എറണാകുളം ഉണ്ട്, ഇപ്പോഴത്തേക്ക് ആലപ്പുഴയിലേക്ക് ടച്ച് പിടിച്ച് തുടങ്ങുന്നു, കോട്ടയൊക്കെ ഇറങ്ങി തുടങ്ങുന്നുള്ളൂ. അത് റൂട്ട് സൈഡിലുണ്ട്? റൂട്ട് സൈഡിലായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഓർഡേഴ്സ് എടുത്ത് പോകുന്നുണ്ട്. കഴിഞ്ഞാൽ കോതമംഗലം സൈഡ് ഒത്തിരി ഓർഡേഴ്സ് എടുത്തു, അങ്ങനെ പോകുന്നു. ഏതിനാണ് നല്ല ഓർഡർ ഉള്ളത്? നമുക്ക് ഈ ചക്കയുടെ ഐറ്റംസിനാണ് കൂടുതൽ ഡിമാൻഡ് വരുന്നത്. ചക്കപ്പൊടി, അപ്പത്തിൻ്റെ പൊടി, ദോശപ്പൊടി, പുട്ടുപൊടി, അങ്ങനെ ഐറ്റംസ് എല്ലാം പോകുന്നുണ്ട്. പിന്നെ മസാലകളും ബൾക്കായിട്ട് എടുക്കുന്നവരുണ്ട്, ഈ ഹോസ്റ്റലുകളിലേക്ക് എടുക്കുന്നവരുണ്ട്, മഠങ്ങളിലേക്ക് എടുക്കുന്നവരുണ്ട്, അങ്ങനെ ഒത്തിരി. കുറേ ക്രെഡിറ്റ് പോയില്ലേ? കുറച്ചൊക്കെ പോകും. പേരെങ്ങനെ? എൻ്റെ പേര് എഡ്വിൻ. ഹയർ സ്റ്റഡീസിന് പോകുന്നില്ലേ? ഹയർ സ്റ്റഡീസിന് പോകണം. ഏതാ അങ്ങനെ ഏതെങ്കിലും രീതി നോക്കണം ഓർത്തിട്ടിരിക്കുന്നത്. MBA ആണ് ഇഷ്ടം? MBA ആണ്. മാർക്കറ്റിംഗ് ഏരിയ തന്നെയാണ് ഇഷ്ടം. പേരെങ്ങനെ? എൻ്റെ പേര് എഡ്വിൻ. വീട്ടുപേര്? കണ്ണൻചെറിയൻ.
ഇവിടെ എത്ര പേരാ ജോലിക്കാരും മൊത്തം? ഇപ്പം ഒരു ചേച്ചിയും കൂടി ഉണ്ട്. അതല്ലാണ്ട് ഒരു ഓട്ടോ ഡ്രൈവർ ഒരു ചേട്ടനുണ്ട്. പുള്ളി ഞങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ പോകുന്നു. നല്ല രീതിയിൽ പോകുന്നു. ഓക്കെ. ഇടയ്ക്ക് ഇച്ചിരി വേരിയേഷൻ വരും നമ്മുടെ പൊടിയുടെ ഫില്ലിംഗ് അനുസരിച്ച്. അല്ല അതുകൂടാതെ നമ്മളതിന്റെ കഴിഞ്ഞ മാസം പാക്ക് ചെയ്തിട്ട് ഓഫറിലേക്ക് ഇട്ടാൽ മതി. പൊടി കമ്പനിയുടെ കഴിഞ്ഞ മാസം സാലറി വർക്ക് കൂടുതൽ വന്നാൽ നമ്മളെ രണ്ടെണ്ണത്തിന്റെ മറ്റേ സാലറിയുടെ വെയിറ്റ് സെൻസ് ചെയ്തല്ലേ എല്ലാം സെൻസ് ചെയ്താൽ പോകും. വെയിറ്റ് സെൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കപ്പാണ് അളവ്. ഈ കപ്പില് ഫില്ലാവണതാണ്. ഫില്ലാവുന്നതാണ് കണക്ക്. അതിങ്ങനെ കറങ്ങി വരുമ്പോ ഇതിന്റെ അകത്ത് ഈ കപ്പിലാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ കപ്പ് മാറണോ? നമ്മൾ വെയിറ്റ് മാറണം. വേണ്ട, 100 ഗ്രാമിന്റെ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 100 ഗ്രാമാണ് ഈ ഒരു കപ്പ്. ഒരു കപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആക്കിയില്ല, കൂക്കും കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി. അത് കഴിഞ്ഞാൽ അപ്പുറം സെൻസറുണ്ട്. അപ്പൊ പിന്നെ വെയിറ്റ് നോക്കേണ്ട കാര്യമില്ല. വെയിറ്റ് നോക്കണം. ചെറിയ വേരിയേഷൻ വരും. 2 ഗ്രാം 3 ഗ്രാം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരും. അപ്പൊ അതെന്ത് അത് നോക്കി അത്യാവശ്യം ഒരു 102 വരുമ്പോ കട്ടി പിന്നെ അങ്ങ് പൊക്കോളും. മെഷീൻ എന്നാ വിലയുള്ള? ഇത് 560 എന്നാ പറഞ്ഞു. നൈട്രജൻ ഫില്ലിംഗ് ഇല്ല അല്ലേ? ഏതാ നൈട്രജൻ ഫില്ലിംഗ് ആണ്. നൈട്രജൻ നൈട്രജൻ അല്ല. ഒരു കൂട്ടുണ്ട്. ഫ്ലേവർ ലോക്കാ കമ്പനി പാക്കിങ് തന്നെ. അല്ല, എയർ ഫില്ല് നൈട്രജൻ അല്ല, എയർ ഫില്ലിങ്. ഇതെല്ലാം സെൻസറാ, ഫുള്ള് സെൻസറാ. ഇത് പ്രിന്റിങ് ചെയ്തിട്ടുണ്ടല്ലേ? ആ പ്രിന്റിങ് ഉണ്ട്. നമ്മളിത്തേല് സെറ്റ് ചെയ്ത് കൊടുക്കുക. പുതിയ റോളുണ്ട്. നമ്മുടെ ഡേറ്റും പ്രൈസും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് 150 ഡിഗ്രി അല്ല 150 അല്ല 180 ഡിഗ്രി പഴുത്തതാണ് ഈ സാധനം. ആ സാധനം ആയി കഴിഞ്ഞിട്ട് പഞ്ച് ചെയ്യുക. ഓരോന്ന് വന്ന് നിൽക്കുമ്പോൾ ഒരു പഞ്ച്. ഓരോന്ന് നിൽക്കുമ്പോൾ പഞ്ച്. അത് സെൻസറാ. ഇത് ഓർമ്മ സെൻസർ. മോളിൽ ചെല്ലുമ്പോൾ കട്ടാവും, താഴെ വരുമ്പോൾ കട്ടാവും. എന്നാലാണ് നിൽക്കും. പിന്നെ ഇതിൽ നമ്മുടെ ഇത് ക്യാമറ. ഈ ബ്ലാക്ക് മാർക്ക് സെൻസ് ചെയ്താൽ മാത്രമേ ബ്ലാക്ക് മാർക്ക് കട്ട് ചെയ്യുള്ളൂ. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ ഉണ്ട്. കവറിന് വ്യത്യാസം, ലെങ്ത് മാറുമ്പോൾ വ്യത്യാസം. ഇതെന്നതാ? ഇത് ഇതിന്റെ ഹീറ്റിംഗ്. അതിന്റെ ഹീറ്റിംഗ് ടെമ്പറേച്ചറാണ്. അതിനും വലിയ കവർ വെക്കാൻ പറ്റിയല്ലേ? ഇത്തേല് 100 ഗ്രാം കിട്ടുള്ളൂ. 100 ഗ്രാം. പിന്നെ ഈ സ്റ്റീലും അല്ല, ഇത് വീതി കൂട്ടിയിട്ടാ പറ്റില്ല. അല്ല, വീതി കൂട്ടിയല്ല, ഈ സാധനം മാറണം. ഹോപ്പർ മാറ്റി അത് മാറണം. അടിയിലെ പ്ലേറ്റും മാറണം. അത് വലിയ പ്ലേറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 250 ആവും. സിലിണ്ടർ എവിടെയാ അടിക്കുന്നത്? ഏതാ സിലിണ്ടർ എവിടെയാ ചെയ്യുന്നത്? ഇത് കോയമ്പത്തൂർ ചെയ്താ. അത് ചെയ്ത് കൂടിയ മെഷീനാകുമ്പോഴത്തേക്ക് ഇതെല്ലാം നോക്കൂല്ലേ? 8 ലക്ഷം രൂപയുടെ മെഷീൻ ഉണ്ടെങ്കിൽ എല്ലാം ഇത് റിബണാണോ ഈ കിടന്നത്? കാർബൺ. 10 കട്ടിങ്. 10 പാക്കറ്റ് ആകുമ്പോൾ തന്നെ കട്ടിങ്. അതവിടെ പൊടി ഇവിടെ ഉണ്ടാവും. അല്ല, ഞങ്ങൾ ഇൻഡിവിജ്വലാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾ ഒരു രജിസ്റ്റർ ചെയ്യുക. ഒന്നിച്ചുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ സെപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഒന്നിച്ചു വന്നിട്ട് അപ്പോൾ നമ്മളിത് മാർക്കറ്റിംഗ് മെയിനായിട്ട് മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത്.